കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. മുംബൈ സ്വദേശി സന്തോഷാണ് പിടിയിലായത്. മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് 2,88,10,000 രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. സിജോ വഗീസുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, എങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്? നൗഫൽ, മണി ലോണ്ടറിംഗ് അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ബിയും ബന്ധപ്പെട്ട് മുംബൈ തിലക് നഗർ സ്റ്റേഷനിൽ ഈ വീട്ടമ്മയ്ക്കെതിരെ കേസുണ്ടെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് സംഘം സമീപിച്ചത്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട FIR അടക്കമുള്ള ആധികാരിക രേഖകളും ഹാജരാക്കുകയും ചെയ്തു. ഇത് വിശ്വസിച്ച വീട്ടമ്മ പല ഘട്ടങ്ങളിലായി പണം നൽകുകയായിരുന്നു. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഏതാണ്ട് 12 തവണകളായിട്ടാണ് ഈ 2,88,10,000 രൂപ നൽകിയത് എന്നാണ് വീട്ടമ്മ പിന്നീട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കരുത്, സമീപിച്ചാൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു താക്കീതും നൽകി. അതുപോലെ തന്നെ കോടതി വിസ്താരവും സാക്ഷിയെല്ലാം പറയുന്നതെല്ലാം കൃത്രിമമായി ചിത്രീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളെല്ലാം ഹാജരാക്കുകയും ചെയ്തു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി ഈ വീട്ടമ്മ മട്ടാഞ്ചേരി പോലീസിനെ സമീപിച്ചപ്പോഴാണ് ഈ പോലീസിന് സംശയം തോന്നിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതും അന്വേഷണം നടത്തുന്നതും. ഈ കേസിൽ നിലവിൽ മുംബൈ സ്വദേശികളായ 5 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഒരു സാക്ഷി അഗർവാൾ, സന്തോഷ്, വിജയ് ഖന്ന, സഞ്ജയ് ഖാൻ, ശിവസുബ്രഹ്മണ്യൻ എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ സന്തോഷിനെയാണ് പിടിയിലായിരിക്കുന്നത്. വീട്ടമ്മയുടെ പരാതിയിൽ കേസെടുത്ത് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്ന പ്രത്യേക സംഘം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. കേരളത്തിൽ എത്തിച്ച ശേഷം ഇപ്പോൾ വൈദ്യപരിശോധനയടക്കം പൂർത്തിയാക്കി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ പ്രതിസ്ഥാനത്ത് ഉണ്ടാകുമെന്നൊരു സൂചന പോലീസ് നൽകുന്നുണ്ട്. മലയാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്.